സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ ദേശീയ പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. ആർക്കും വാഹനം ഇറക്കാൻ പറ്റില്ല. ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാഹനം അടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ പണിമുടക്കെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു കേരളത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും ഒക്കെ മാത്രമാണോ ബാധകമായിട്ടുള്ളതെന്നൊരു സംശയം എനിക്ക് വന്നുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അതായത് തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇവരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കോട്ടയത്തും കൊല്ലത്തും ഒക്കെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വാഹനം ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് അതിൽ ആവശ്യത്തിനായിട്ട് അതായത് ആശുപത്രിയിലേക്ക് പോകുന്ന കീമോ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടുള്ള ക്യാൻസർ രോഗികളുണ്ട്, അതേപോലെ തന്നെ അത്യാഹിതമായിട്ട് അങ്ങനെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പോകുമ്പോൾ അവരുടെ വാഹനങ്ങൾ തടയുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ആരോഗ്യ മേഖലയും അതേപോലെ പാല് പത്രം ഇതൊക്കെ ഒഴിവാക്കിയിട്ടും ആരോഗ്യ മേഖലയിലേക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ഗോഡൗണിൽ കയറി അത് അടപ്പിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രഹസനങ്ങളൊക്കെയാണ് ഇവരിവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് ഈ സ്ട്രൈക്ക് എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രൈക്കിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലേബർ കോഡിനെതിരെയാണ് ഇവർ ഈ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന തൊഴിലാളികളുടെ അവരുടെ ഒരു ക്ഷേമത്തിനോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നയത്തിനെതിരെയാണ് നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ ഒരു എതിർപ്പായിട്ട് ഈ പറയുന്ന സ്ട്രൈക്കുമായിട്ട് വന്നത്. ഈ സ്ട്രൈക്ക് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നുള്ളത് ആ കൂട്ടത്തിലുള്ള അണികളോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല. എന്നെ വീട്ടിൽ രാവിലെ വിളിച്ചു, ഞാൻ അതുകൊണ്ട് ഇറങ്ങി എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുക. മേ ബി അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ടൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയെ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും അടിച്ചമർത്തപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പണ്ട് മുതലേ കാണുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു സ്ട്രൈക്ക് എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ അടുത്ത് കയറി ചെന്നിട്ട് ചെറ്റത്തരം കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രൈക്കൊക്കെ വേണം, നല്ലതാണ്, സമരം ചെയ്ത് തന്നെയാണ് വേണ്ടുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത്. അല്ലാതെ സമരം ഇല്ലാതെ ഇപ്പം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു സമരവും ചെയ്തില്ല അല്ലെങ്കിൽ ഒന്നും പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പറയുന്ന കേന്ദ്രമോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ആരാണെങ്കിലും അവർ ഈ പറയുന്ന ചെറ്റത്തരങ്ങൾ കാണിക്കും, സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഒരു തൊഴിൽ മേഖലയിൽ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ എക്സാമ്പിൾ പറയാനുള്ള പ്രധാന കാരണം ഈ പറയുന്ന നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഈ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന ഗോഡൗണിൽ അവിടെ പോയിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കാരണം ഒരു ഹോസ്പിറ്റലുകളെയും ഈ പറയുന്ന പാല് പത്രം ഇതെല്ലാം ഒഴിവാക്കിയപ്പോഴും ഈ ഹോസ്പിറ്റലുകളിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ എത്തിക്കാനായിട്ട് ഏത് സ്ഥാപനത്തെ അവർ ആശ്രയിക്കും? എവിടെ നിന്ന് അവരെടുക്കും? അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി എടുക്കാൻ പറയുമോ? ഇല്ല. അവർക്ക് ഫാർമസിയിൽ മെഡിസിൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗോഡൗണുകളിലൊക്കെ വേണം. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ്? കുറച്ച് ആളുകൾ ഈ പറയുന്ന ക്ഷേമത്തിനും അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാനാണെന്ന് പറഞ്ഞൊരു സ്ട്രൈക്ക് നടത്തുമ്പോൾ അതിൽ കുറേ ആളുകൾ മുതലെടുപ്പാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വഴിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുന്ന ഒരാളായിരിക്കും, ആശുപത്രിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ആളായിരിക്കും, കൂട്ടിരിപ്പുകാരനായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇറങ്ങുമ്പോൾ ഇവർ കൊടിയും പിടിച്ചുകൊണ്ട് മുന്നിൽ ചെന്നിട്ട് അവരെ അസഭ്യം പറയുക, എനിക്കും നിനക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ചോറിൽ കൂടി മണ്ണ് വാരിയിടുക. അവനെങ്കിലും ജോലിക്ക് പോട്ടെ, നിങ്ങളോ സമരം എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. അതിലൊരു ഓട്ടക്കാരൻ പ്രതികരിച്ചൊരു പ്രതികരണമുണ്ട്. അതായത് ഇത്രയും നാൾ നിങ്ങൾ സമരം ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കിയതെന്നാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ അയാളെ കൊല്ലാനായിട്ട് കയറി ചെല്ലുന്നുണ്ട്. അതിനിടയിൽ കൊടി കയറി ഒരു അണ്ണൻ്റെ മുഖത്തൊക്കെ പോയിട്ട് അണ്ണൻ കൊടി മാറ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അണ്ണൻ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അത് പാർട്ടിക്കാരുടെ കൂടെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ഒരു ആവശ്യത്തിന് ഇറങ്ങുന്ന ആളുകളെ പണിയെടുക്കുകയില്ല, അതായത് പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനോട്ട് തീറ്റിക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. പണിക്ക് പോകുന്ന ആളുകളെ കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കുന്നുമില്ല, എന്നാൽ ഇവരൊട്ട് പണിക്ക് പോകും അതുമില്ല. സമരം ചെയ്യണം, മരണം വരെയും സമരം ചെയ്യണം, സമരമാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പുതിയ കുറേ ആളുകളെ യുവജനതയെല്ലാം ഇവർ അതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും നടപ്പിലാവുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്രം വന്നിട്ട് പറയുമോ ഞങ്ങൾ ഈ ചെയ്ത ഒരു ലേബർ കോഡ് ഞങ്ങൾ മാറ്റാമെന്ന് അവർ പറയുമോ? എവിടുന്ന് മാറ്റാൻ? ഒരിടത്തും മാറ്റില്ല. കാരണം ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടുമുള്ള ഈ ഒരു ഭാരത് ബന്ദ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പണിമുടക്കെന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ എറണാകുളത്ത് കാണത്തില്ല, എറണാകുളത്തുണ്ടെങ്കിൽ കാലിക്കറ്റ് കാണില്ല. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പലയിടത്തും കടകളൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നിടത്തല്ല ഇവർ ചെന്നിട്ട് കട അടപ്പിക്കുകയും ബലമായിട്ട് ഇവരെ കട അടപ്പിക്കാൻ ശ്രമിക്കുകയും ഇവർ അടിക്കുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണ്ടായിസമാണ് ഇവർ ചെയ്യുന്നത്. സമരം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഗുണ്ടകളങ്ങ് ഇറങ്ങിയിട്ടുണ്ട് റോഡിലേക്ക്. ചെന്നിട്ട് ചെയ്യുന്നതൊക്കെ നല്ല കാര്യം, എനിക്കും അതേപോലെ തന്നെ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അക്രമാസക്തമാവുന്ന രീതിയിലല്ലാതെ ഇവർക്കതൊരു സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്തുകൂടെ? എവിടെ സമരം ചെയ്താലും അവിടെ അടി ഉണ്ടാക്കിയാലേ അവിടെ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ഈ പറയുന്ന സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വന്നു. അതായത് കഴിഞ്ഞ മാസമേ നമ്മൾ ഈ സമരം പ്ലാൻ ചെയ്തതാണ്, ഒരു മിന്നൽ പണിമുടക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും അത് ജനങ്ങളെ ഒന്നും വലിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തമ്പാനൂർ പോലും, തിരുവനന്തപുരം ജില്ലയിൽ തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോലും കുറേ ആളുകൾ പെട്ടു നിൽക്കുന്നുണ്ട്, ബാത്റൂം പോലും അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. രാവിലത്തെ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇതിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് നമ്മളെല്ലാവരും ഈ സമരത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ഈ സമരത്തിനൊപ്പം തന്നെ നിൽക്കും, എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം എന്നാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വാഹനം വീട്ടിലിട്ടിട്ട് അദ്ദേഹം നടന്നുപോയി. അതായത് കാൽനടയായിട്ട് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി ഓഫീസിലേക്ക് പോയി.
അതെന്ത് നയമാണത്? അവർക്ക് നടന്നു പോവാം, കാറിൽ പോകണ്ട, നടന്നു പോവാം. അല്ലാതെ ആരെങ്കിലും ഇപ്പോൾ ഒരു ഓഫീസ് ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ ഓഫീസ് തല്ലി പൊട്ടിച്ചാണെങ്കിൽ അത് അടച്ചു പൂട്ടണമെന്നുള്ള പരിപാടിയും കൊണ്ട് ഇവർ ചെല്ലും. ഈ പലയിടത്തും ക്യാമറയും അതേപോലെ തന്നെ പലയിടങ്ങളിലും ന്യൂസുകാരൊക്കെ കയറി ചെല്ലുന്നതുകൊണ്ടാണ് ഇവർക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇത്രയിടത്ത് നിന്ന് കത്തിക്കുത്തൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടും CCTV ഒക്കെ ഇരിക്കുന്നത് കൊണ്ടും ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടി തോന്നിവാസങ്ങൾ കാണിക്കാനായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ഏതൊരു പാർട്ടിയാണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ രാവിലെ ഞാൻ പറഞ്ഞത്, അതായത് ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, സമരം ചെയ്തിട്ട് എന്താണ് കിട്ടിയത്, എനിക്ക് ജീവിക്കണം, അതുകൊണ്ടാണ് ഞാൻ വണ്ടി കൊണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടുപോകാം. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. വണ്ടി എടുക്കുന്നടാ ആളിന്റെ ഭാഗത്തോട്ട് വണ്ടി എടുക്കുന്നത് വലിയ രീതിയിൽ സമരക്കാരും അതുപോലെ തന്നെ ചില ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി വലിയ രീതിയിലുള്ള തർക്കം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. അതിനനുകൂലിക്കുക. സമരം ചെയ്തതിന് കിട്ടുമോ? ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പറയട്ടെ. നിങ്ങൾക്ക് സമരം ചെയ്തൊന്നും കിട്ടുമോ? കിട്ടുമോ? കിട്ടും. എന്ത് കിട്ടും? ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതന്നെ ഞാൻ പറയുന്നുള്ളൂ. ചോദ്യം ചോദിക്കാൻ പാടില്ല. പറഞ്ഞ ഒരേ വാക്ക്, ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ സമരക്കാരും അതുപോലെ തന്നെ ഈ യാത്രക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ഈ സമരത്തെ കണ്ടില്ലേ? അദ്ദേഹം ഒരു ജീവിത മാർഗമായിട്ടുള്ള അല്ലെങ്കിൽ ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോയും കൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പാർട്ടിക്കാരെല്ലാം അവിടെ ചെന്നിട്ട് പറയുകയാണ്, അവരെ അങ്ങ് ആക്രോശിക്കുകയാണ്. അതായത് നീ എന്തിനാണ് ഇറങ്ങിയത്, നിന്നോട് പറഞ്ഞിട്ടില്ലടാ ഇറങ്ങിയത് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കഞ്ഞി വെക്കണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കാരെങ്കിലും അദ്ദേഹത്തിന് അരി മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യും? ഇല്ലല്ലോ. അപ്പോൾ ഒരാളൊരു പരിപാടി, അയാളുടെ ഒരു ഉപജീവന മാർഗമായിട്ടുള്ള ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അയാൾ ഇറങ്ങുമ്പോൾ അയാളെ പോയി അടിച്ചു കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ഇത് എവിടുത്തെ നിലപാടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് നിലപാടാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്ത് നിലവാരമാണുള്ളത്? ഒരു സമരം ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ തൊഴിലാളികളെ മറ്റേതോ ഒരു ശത്രുക്കളെ പോലെ കണ്ടിട്ട്, പാകിസ്ഥാനിലെ ഒരു ശത്രുക്കളെ പോലെയാണ് ഇവർ കാണുന്നത്. എന്നിട്ടാണ് ഇവർ ആക്രോശിക്കുന്നത്, നീ ഇവിടെ ഒരു പരിപാടി നടത്തേണ്ട, നിന്റെ വണ്ടി കൊണ്ട് വീട്ടിൽ അല്ലെ അടിച്ചു പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. എന്ത് അധികാരമാണ് ഇവന്മാർക്കുള്ളത്? അവർ സമരം നടത്തുന്നു, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വണ്ടി അടിച്ച് പൊട്ടിക്കാനോ അല്ലെ അയാളെ ചീത്ത വിളിക്കാനോ എന്ത് അധികാരമാണുള്ളത്? എടാ പോടാന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഗുണ്ടകളെയൊക്കെയാണ് ഈ പറയുന്ന സമരത്തിന് വേണ്ടിയിട്ട് ഇവർ മുൻപന്തിയിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഗുണ്ടകൾ കാണിക്കുന്ന ചില പരിപാടികളാണ്. അതിൻ്റെ കുറച്ചുകൂടെ വീഡിയോ ഒക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നത്. അതിൽ ചില വീഡിയോ ഉണ്ട്, ഞാൻ അതുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. അതിലൊക്കെ ഞാൻ കണ്ടൊരു കോമഡി ആയിട്ടൊരു വീഡിയോ ആണ്. പത്തനംതിട്ടയിൽ KSRTC ബസ്സിലെ സർവീസിന് പോകുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വാഹനത്തിൽ പോകുന്നുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയും ജീവിക്കണം, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നുണ്ട്. അതൊരു കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സന്തോഷം തരുന്ന വീഡിയോ ആയിരുന്നു. അതായത് കാണുമ്പോൾ ഒരു ഇത്തിരി കൗതുകകരമായിട്ടൊക്കെ തോന്നാം. അങ്ങനെ ഒരു അദ്ദേഹം എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിൽ അദ്ദേഹം ആ വാഹനത്തിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഞങ്ങൾ കൊല്ലം സർവീസ് പോവാണ്. നമ്മുടെ ഡ്രൈവർ ഹെൽമെറ്റും വെച്ചുകൊണ്ടാണ് ഡ്യൂട്ടി എടുക്കുന്നത്. കണ്ടില്ല, അദ്ദേഹം എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം, കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള KV ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ബസ് ഓടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ബസ് തൊഴിലാളികളെല്ലാം ഈ പറയുന്നത് ഞങ്ങൾ ബസ് ഓടിക്കും, ഞങ്ങൾ സമരവുമായിട്ട് പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ സമരമായിട്ട് ഞങ്ങൾ ചേരുന്നില്ല, ഞങ്ങൾക്ക് വണ്ടി ഓടിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് സാലറി വേണം എന്നുള്ള രീതിയിലാണ് അവർ മുന്നിലേക്ക് നിന്നത്. അവരെല്ലാവരും വാഹനം ഓടിക്കാനായിട്ട് അവർ രംഗത്തേക്ക് ഇറങ്ങി. പക്ഷേ അവിടെയും ഈ പറയുന്ന പ്രശ്നങ്ങളാണ്. പോലീസുകാരൊക്കെ വെറും നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം മുക്കത്ത് ഈ പറയുന്ന കുറച്ച് ഗുണ്ടകളൊക്കെ ചെന്നിട്ട് ഈ പറയുന്നൊരു ഓഫീസിൽ ചെന്നിട്ട് ഭയങ്കര വിഷയമാണ്, സിവിൽ സ്റ്റേഷനിലാണ്. അവിടെ ചെന്നിട്ട് വല്ലാത്ത വിഷയമാണ്, അവനെ അടിക്കുമെന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നത്, നീ ആരടാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. കോഴിക്കോട് മുക്കത്തെ സിവിൽ സ്റ്റേഷൻ സമരക്കാർ പൂട്ടിച്ചു. ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. കണ്ടില്ലേ, ആ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ കുറേ കമൻറ്റുകൾ കണ്ടു. അതിൽ ഒരു നല്ലൊരു കമൻറ്റ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ,
10 പട്ടിക്ക് ഒരു ആൺകുട്ടി എന്നാണ്. അതായത് ഇവന്മാരെല്ലാം അവിടെ ചെന്നിട്ട് അവനെ എന്തോ പേടിപ്പിക്കാനായിട്ട് അവനെ എന്തോ അങ്ങ് ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെയാണ് ചെന്ന് സംസാരിക്കുന്നത്. അവൻ അവിടുന്ന് ഒരു കൂസലും ഇല്ലാതെ, മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ, ഒരു ചലനം പോലും ഇല്ലാതെ ഇവന്മാർ ഒരുത്തന്നെ ഇങ്ങോട്ട് ചാടി ചെന്നിട്ട് അവനെ അടിക്കുന്ന രീതിയിലൊക്കെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പോലും അവൻ അനങ്ങിയിട്ടില്ല. ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും അവൻ അവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അതായത് ജോലി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കാനായിട്ട് ഒരുത്തൻ തയ്യാറായിട്ട് മുന്നിലേക്ക് നിൽക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനം അടിച്ച് തകർക്കാനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളെ അടിക്കാനോ ചെല്ലുമ്പോൾ എന്ത് വാല്യമാണ് ഈ പറയുന്ന ഒരു സമരത്തിനുള്ളത്? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നതെന്നാണ് കമ്മ്യൂണിസ്റ്റ് പറയുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന ആശയം അത് തന്നെയാണ്. എന്നിട്ട് ഈ തൊഴിലാളികളെ തന്നെ അടിച്ചു കൊന്നിട്ട് അവിടെ പോയിട്ട് തൊഴിലാളി സമരമാണെന്ന് പറയാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത്? ഈ പറയുന്ന പല ആളുകളും സർക്കാരിൽ പല ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ വി ശിവൻകുട്ടി അദ്ദേഹം കമ്മിറ്റി ഓഫീസിലേക്ക് പോയി, അദ്ദേഹത്തിന് വീട്ടിൽ ഇരിക്കാൻ വയ്യ, അത് പണിമുടക്കാണെങ്കിലും അദ്ദേഹം പോകും. അതായത് ഈ സമരം നടത്തണമെന്ന് പറഞ്ഞ ആളുകൾ ഇവരെല്ലാം ഓഫീസുകളിൽ പോയി. അതേസമയം ഈ ദിവസവേതനത്തിനും അല്ലെങ്കിൽ മാസവേതനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഇന്നൊരു ദിവസം അവധിയാണ്, അവർക്കൊരു ഓഫൊന്നുമല്ല. അതായത് വീക്ക് ഓഫോ അങ്ങനെയുള്ള ഒരു ഓഫൊന്നും കൊടുക്കില്ല, അവർക്ക് ലീവായിട്ട് തന്നെ പോകുള്ളൂ. അപ്പോൾ അവരുടെ സാലറി കട്ടായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ളൊരു കാര്യമാണോ ഇത്? CIT അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചുമട്ട് തൊഴിലാളികൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തതാണ്. അതിൽ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത്. അപ്പം അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കണ്ടാണ് അതൊക്കെ ചിലപ്പം തേച്ച് മായ്ച്ച് കളയാനോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു സമരമായിട്ട് ഇവർ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ചെയ്യുന്നത് കൊള്ളരുതായ്മയാണ്, അതല്ല അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. പലയിടങ്ങളിലും കണ്ടൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തത് പലയിടങ്ങളിലും നടക്കുന്ന നാടകം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സമരം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗുണ്ടകളെ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഇത് അടച്ചു പൂട്ടണം, ഈ മരുന്നിൻ്റെ ഒരു സ്ഥാപനം പോലും അടച്ചു പൂട്ടുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ സൈഡ് വീഡിയോ നോക്കി അറിയാൻ പറ്റും. ആ ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് അവിടെ പോലും ഇവന്മാർ പ്രശ്നം ഉണ്ടാക്കി അതും അടച്ചു പൂട്ടുന്ന ഒരു അവസ്ഥ, അയാളെ കയ്യേറ്റം വരെ ചെയ്യുകയുണ്ടായി. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരിപാടിക്ക് എന്താണ് സർക്കാരിന് പറയാനുള്ളത്? തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളുടെ കൂടെ നിന്ന് തൊഴിലാളികളുടെ എല്ലാ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി സംസാരിക്കുന്ന സർക്കാരാണെന്ന് പറയുമ്പോൾ ഇതിലെന്താണ് സർക്കാരിന് പറയാനുള്ളത്? ഈ കൊള്ളരുതായ്മകൾക്കൊക്കെ ഇതാണ് പ്രശ്നം. ഗുണ്ടകളെ എല്ലാം മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ പാർട്ടിയിൽ ഒരു അനുഭാവിയാക്കാം അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ അങ്ങ് വലിയ ആളാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്, അത് അടിക്കേണ്ടവരെ അടിക്കുന്നുണ്ട്, അടച്ചു പൂട്ടേണ്ടത് അടച്ചു പൂട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാലത്തും നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളതല്ല. തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം, ഓക്കെ. പക്ഷേ അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയെ അതിനെ അവരെ ഒരുമാതിരി ചാരന്മാരോ അല്ലെങ്കിൽ ശത്രുക്കളെ പോലെ കണ്ടിട്ട് അവരെ തല്ലിക്കൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക? വല്ലാത്ത കഷ്ടം തന്നെയാണ്.